ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കേണ്ടത് നുറുക്ക് ഗോതമ്പ് വെച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ദോശയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നുറുക്ക് ഗോതമ്പ് വെച്ചിട്ട് ഞാൻ കുറേ റെസിപ്പികൾ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പറഞ്ഞതാണ്. ഇതും അതേപോലെ തന്നെ നല്ല ടേസ്റ്റ് ഉള്ള ഒരു ദോശയാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. പിന്നെ നമ്മൾ മിയ കിച്ചണിലെ ലാസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഫ്രൈങ് പാനിൽ വെച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ വീഡിയോ നിങ്ങൾ കാണാത്തവരുണ്ടെന്ന് വെച്ചാൽ ആ വീഡിയോ കൊണ്ടിട്ട് കണ്ടു നോക്കാം. ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. പിന്നെ നമ്മുടെ വീക്കെൻഡ് വ്ളോഗിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സാധാരണ നമ്മൾ സാറ്റർഡേ സൺഡേയാണ് അപ്ലോഡ് ചെയ്യാറുള്ളത്. പക്ഷേ തിങ്കളാഴ്ചയായിട്ട് അപ്ലോഡ് ചെയ്തത്. ഇവിടുത്തെ ഇലയുടെ കളറുകളൊക്കെ മാറുന്ന വീഡിയോ ആണത്. അത് നിങ്ങൾ കാണാത്തവരുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാണാൻ വേണ്ടിയിട്ട് മറക്കരുത്. കാണാൻ വേണ്ടിയിട്ട് നല്ല രസമാണ്. ഇലയുടെ കളറുകളൊക്കെ മാറിയിട്ട് പലതരത്തിലുള്ള കളറുകളൊക്കെ ആയിട്ട്. അപ്പോൾ ഈ നോക്കേണ്ട സമയങ്ങൾ തന്നെ നമ്മുടെ നുറുക്ക് ഗോതമ്പ് കൊണ്ടുള്ള ദോശ നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഈ നമുക്ക് ഇത് റെഡിയാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ നോക്കിയേ ഇതേപോലെ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് നുറുക്ക് ഗോതമ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കടയിൽ നിന്ന് സാധാരണ 2 തരത്തിലുള്ള നുറുക്ക് ഗോതമ്പ് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടുമല്ലോ. ഇതേപോലെ ഇങ്ങനെ കുറച്ച് നല്ല വലിയ തരിയുള്ള നുറുക്ക് ഗോതമ്പും കിട്ടും. ഇതേപോലെ കുറച്ച് വലിയ തരിയുള്ളതും കിട്ടും. പിന്നെ സാധാരണ നാട്ടിലേക്ക് നമുക്കിപ്പോൾ റേഷൻ നുറുക്ക് ഗോതമ്പ് കിട്ടുന്നുണ്ടല്ലോ. അത് ഇതേപോലെ ഇങ്ങനെ ചെറിയ തരിയോട് കൂടിയിട്ടുള്ളതായിരിക്കുമല്ലോ. എങ്ങനത്തെ നുറുക്ക് ഗോതമ്പാണെങ്കിലും ഈ സെയിം ഇതേപോലെ തന്നെ നിങ്ങൾ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോണത് ഈ വലിയ നുറുക്ക് ഗോതമ്പ് വെച്ചിട്ടാണ്. അപ്പോൾ ചെറിയ നുറുക്ക് ഗോതമ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നാട്ടിൽ നിന്ന് ഇപ്പോൾ റേഷൻ കിട്ടുന്ന നുറുക്ക് ഗോതമ്പൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് നന്നായിട്ട് കഴുകിയിട്ട് വെയിലത്തിട്ടിട്ട് ഉണക്കിയിട്ട് ആണല്ലോ സാധാരണ എടുത്ത് വെക്കുന്നത്. അങ്ങനെ എടുത്ത് വെക്കാത്ത നുറുക്ക് ഗോതമ്പാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് നന്നായിട്ട് കഴുകിയിട്ട് വെയിലത്തിട്ടിട്ട് ഒന്ന് ഉണക്കിയിട്ട് എടുക്കുക. എന്നിട്ട് ഈ നുറുക്ക് ഗോതമ്പ് എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പാനിലിട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ഇത് പൊടിച്ചിട്ട് എടുക്കും. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഒരു ഗ്ലാസ് നുറുക്ക് ഗോതമ്പ് എടുത്തു കഴിഞ്ഞപ്പോൾ ഈ സെയിം ഗ്ലാസ്സിൽ തന്നെ 1/2 ഗ്ലാസ് സാധാരണ ഗോതമ്പ് പൊടി ഉണ്ടല്ലോ. നമ്മുടെ നാട്ടിലൊക്കെയും ഗോതമ്പ് വാങ്ങിച്ചിട്ട് പൊടിപ്പിച്ചിട്ട് എടുക്കുന്ന ഗോതമ്പ് പൊടിയോ അല്ലെങ്കിൽ ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഗോതമ്പ് പൊടി ഉണ്ടല്ലോ, ആ ഗോതമ്പ് പൊടി ആയിരുന്നാലും കുഴപ്പമില്ല. ആ ഗോതമ്പ് പൊടി 1/2 ഗ്ലാസ് എടുക്കുക. ഇത് 1 ഗ്ലാസ് എടുക്കുമ്പോൾ അപ്പോൾ ഇതൊന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചിട്ട് എടുക്കണം. അപ്പോൾ ഇതാണ്ട് നീക്കി വയ്ക്കുക. പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് ക്യാബേജ് എടുത്തിട്ടുണ്ട്. ക്യാബേജ് കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. അതിലും കുറച്ച് കുറവ് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സവോള, പിന്നെ എരിവിന് വേണ്ടിയിട്ട് പച്ചമുളക്. അതെല്ലാനും ഒരു ഏകദേശം അളവിലെടുക്കുക. എല്ലാവരും നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുക. ഇപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ഇപ്പോൾ ക്യാരറ്റ് വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാരറ്റ് ചേർത്തില്ലെങ്കിൽ കുഴപ്പമില്ല. ക്യാബേജ് വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാബേജ് ചേർത്തില്ല എന്ന് വെച്ചിട്ട് കുഴപ്പമില്ല. പക്ഷേ വെജിറ്റബിൾസൊക്കെ ചേർക്കുമ്പോൾ കുറച്ചും കൂടി നല്ല ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആവുമല്ലോ. അപ്പോൾ ഇത്രയ്ക്ക് സാധനങ്ങളാണ് നമ്മൾ ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തേക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് മുട്ട കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ മുട്ടയും പുഴുങ്ങി എടുത്തിട്ടുണ്ട്. മുട്ടയും കൂടിയിട്ട് നമ്മൾ ഇത് റെഡിയാക്കുമ്പോൾ ഓരോ മുട്ടയുടെ പകുതി വീതം വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ വെജിറ്റേറിയൻകാരാണ് മുട്ട വേണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുട്ടയില്ലാണ്ടും ഇത് നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ 2 തരത്തിൽ നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കാം കേട്ടോ. അത് ഞാൻ 2 തരത്തിലുള്ളതും കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നുറുക്ക് ഗോതമ്പ് ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചിട്ടെടുക്കാം. അപ്പോൾ ഈ നുറുക്ക് ഗോതമ്പ് ചൂടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നുറുക്ക് ഗോതമ്പ് ചേർക്കാം. ഇനി ഇത് നിർത്താണ്ടൊന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. അപ്പോൾ ചെറിയ തൈയുള്ള നുറുക്ക് ഗോതമ്പാണെങ്കിലും ഇതേപോലെ തന്നെ ഫസ്റ്റ് ചൂടാക്കിയിട്ട് പൊടിച്ചിട്ടെടുക്കുക. അപ്പോൾ നുറുക്ക് ഗോതമ്പ് തന്നെ ചേർത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ഭയങ്കര പശിമയായിരിക്കുമല്ലോ നുറുക്ക് ഗോതമ്പിന്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിലേക്ക് ഗോതമ്പ് പൊടിയും കൂടിയിട്ട് ചേർക്കുന്നത്. അതായത് നമ്മളിങ്ങനെ പൊടിച്ചെടുത്തിട്ട് നമ്മൾ ഇതിനെ വെള്ളത്തിൽ മിക്സ് ചെയ്യുമ്പോൾ ഭയങ്കര സ്റ്റാർച്ചായിട്ട് ഭയങ്കര പശ പോലെ ഇങ്ങനെ ഒട്ടി പിടിക്കും. അപ്പോൾ കുറച്ച് ഗോതമ്പ് പൊടി കൂടി ചേർത്തിട്ട് നമുക്ക് റെഡിയാക്കാം. അപ്പോൾ നന്നായിട്ട് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിങ്ങനെ ചെറുതായിട്ടൊന്ന് പൊട്ടാൻ വേണ്ടിയിട്ട് തുടങ്ങും. അങ്ങനെ ഒന്ന് പൊട്ടി തുടങ്ങുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഒരുപാട് കൂട്ടി വയ്ക്കണ്ട. അപ്പോൾ ചെറുതായിട്ടൊന്ന് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നുറുക്ക് പോകുമ്പോൾ നന്നായിട്ട് ചൂടായിട്ട് അത്യാവശ്യം നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഫുള്ളായിട്ടാണ്ട് പൊട്ടി തീരാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട. ഒരു 3/4 ഭാഗം പൊട്ടിയിട്ടുണ്ട്. നമുക്ക് മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് പൊടിച്ചിട്ടെടുക്കാം. ചെറുതായിട്ടൊന്ന് ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ മിക്സിയിലേക്ക് ഇടാം. അങ്ങനെ ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇനി ഇത് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് ചെറിയ ജാറിലിട്ടിട്ട് പൊടിക്കുക. അപ്പോൾ ശരിക്കും നന്നായിട്ട് പൊടിഞ്ഞിട്ട് ഒറ്റ ട്രിപ്പിലും ഫുള്ളായിട്ട് പൊടിക്കേണ്ടത്. ഇത് കുറച്ച് കൂടുതലുണ്ടല്ലോ. 2 ട്രിപ്പായിട്ട് പൊടിച്ചിട്ട് അപ്പോൾ നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. വേറൊരു പാത്രത്തിലേക്ക് ഇടാം.
ഈ ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ പൊടിച്ചെടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ്, ആ സെയിം കപ്പിൽ തന്നെ 1/2 കപ്പ് ഗോതമ്പ് പൊടി ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ചെറിയ ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇതിലേക്ക് നിങ്ങൾക്ക് തേങ്ങ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് തേങ്ങ കൂടിയിട്ട് ചേർക്കാം കേട്ടോ. ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള വെജിറ്റബിൾസൊക്കെ ചേർക്കാം. ക്യാബേജ് ചേർക്കാം, ക്യാരറ്റ്, സവോള, പച്ചമുളക്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. അപ്പോൾ തേങ്ങ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടേസ്റ്റിനനുസരിച്ചിട്ട് കുറച്ച് തേങ്ങയും കൂടി ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഈ വെള്ളം ചേർക്കാം. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് നമ്മളൊരു 10 മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതൊന്നും കൂടി നല്ല തിക്കായിട്ട് വരും. അപ്പോൾ അത് 10 മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒന്നും കൂടി നമ്മളൊന്ന് ഇളക്കിയിട്ട് അതനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കണം. കാരണം ഈ ഗോതമ്പ് ഇരുന്നിട്ടൊന്ന് കുതിരുമല്ലോ. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളൊരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. ഇപ്പോൾ ഇത് കുറച്ച് ലൂസായിട്ടുണ്ട്. അപ്പോൾ ഇത് ഇരുന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒന്നും കൂടി ഒന്ന് തിക്കായിട്ട് വരും. അപ്പോൾ അങ്ങനെ തിക്കായിട്ട് വരുമ്പോൾ നിങ്ങൾ അതനുസരിച്ചിട്ട് കുറച്ചും കൂടി വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് വയ്ക്കാം. ഇവിടെ ഒരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം. അപ്പോഴായിരിക്കും നമ്മുടെ ഈ നുറുക്ക് ഗോതമ്പ് പൊടിച്ചതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് കുതിരുള്ളൂ. മിക്സ് ചെയ്ത വഴിക്ക് തന്നെ റെഡിയാക്കരുത്. ഇപ്പോൾ ഇത് കുറച്ച് ലൂസായിട്ടുണ്ട്. അപ്പോൾ ഇത് ഇരുന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒന്നും കൂടി ഒന്ന് തിക്കായിട്ട് വരും. അപ്പോൾ അങ്ങനെ തിക്കായിട്ട് വരുമ്പോൾ നിങ്ങൾ അതനുസരിച്ചിട്ട് കുറച്ചും കൂടി വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് വയ്ക്കാം. ഇവിടെ ഒരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം. അപ്പോഴായിരിക്കും നമ്മുടെ ഈ നുറുക്ക് ഗോതമ്പ് പൊടിച്ചതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് കുതിരുള്ളൂ. മിക്സ് ചെയ്ത വഴിക്ക് തന്നെ റെഡിയാക്കരുത്. അപ്പോൾ ഇത് ഇരുന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒന്നും കൂടി ഒന്ന് തിക്കായിട്ട് വരും. അപ്പോൾ അങ്ങനെ തിക്കായിട്ട് വരുമ്പോൾ നിങ്ങൾ അതനുസരിച്ചിട്ട് കുറച്ചും കൂടി വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് വയ്ക്കാം. ഇവിടെ ഒരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം. അപ്പോഴായിരിക്കും നമ്മുടെ ഈ നുറുക്ക് ഗോതമ്പ് പൊടിച്ചതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് കുതിരുള്ളൂ. മിക്സ് ചെയ്ത വഴിക്ക് തന്നെ റെഡിയാക്കരുത്. അപ്പോൾ ഇതിനകത്ത് അത്യാവശ്യം നന്നായിട്ട് വെള്ളം നമ്മൾ ഒഴിച്ചു വന്നിട്ട് ഇത് തിക്കായിട്ട് വരാണ്. അപ്പോൾ അതനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാൻ നോക്കിയേ ഇപ്പോൾ നമ്മുടെ ബാറ്റർ കുറച്ച് ലൂസായിട്ടുണ്ട്. ഇതേപോലെ ഇങ്ങനെ ഇരുന്നോട്ടെ, കുഴപ്പമില്ല. കാരണം ഇത് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ഇതൊന്നുകൂടി ഒന്ന് തിക്കായിട്ട് വരും. അപ്പോൾ നമുക്കൊരു കറക്റ്റായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി നമുക്ക് കിട്ടും. എങ്ങാനും പിന്നെയും കൂടുതൽ തിക്കായിട്ട് വരാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുക. ചിലപ്പോൾ ഒരു 10 മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ ചിലപ്പോൾ ഒന്നുകൂടി തിക്കായിട്ട് വരും. അപ്പോൾ അതനുസരിച്ചിട്ട് കുറച്ചുകൂടി വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്ത് വയ്ക്കുക. നിങ്ങൾ ഇതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉപ്പും കൂടിയിട്ട് ചേർക്കുക. ഇത് നമുക്ക് 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം. 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുമ്പോൾ കുറച്ചും കൂടി തിക്കായിട്ട് ഇരിക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് നിങ്ങൾ കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതേപോലെ കേട്ടോ നമുക്ക് എടുക്കേണ്ടത്. നമ്മൾ ഇത് ചെറിയ ദോശ പോലെയാണ് നമ്മൾ റെഡിയാക്കിയിട്ട് എടുക്കുക. ഭയങ്കര കനം കുറച്ചിട്ട് പരത്തില്ല. അപ്പോൾ ഇതേപോലത്തെ ഒരു കൺസിസ്റ്റൻസി മതി. സാധാരണ നമ്മൾ ദോശ ഉണ്ടാക്കുന്ന പോലെ അത്രയ്ക്ക് വെള്ളമായിട്ട് എടുക്കരുത് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഇത് വെച്ചിട്ട് അപ്പം റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോകണേ. അപ്പോൾ ഞാനിവിടെ നോക്കിയാൽ കാസ്റ്റ് ചെയ്യേണ്ട കുഞ്ഞൊരു പാനാണ് എടുത്തേക്കുന്നത്. ഇങ്ങനത്തെ പാൻ തന്നെ വേണമെന്ന് നിർബന്ധമില്ല. സാധാരണ നമ്മുടെ പാൻ ഉണ്ടല്ലോ ദോശയ്ക്ക് ഉണ്ടാക്കുന്ന പാനായിരുന്നാലും മതി. അതിനകത്തും ഉണ്ടാക്കി കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിക്കാം. അപ്പോൾ ഓയിൽ ഇതേപോലെ ഒന്ന് ചിറ്റിച്ച് കൊടുക്കാം. അപ്പോൾ ഇതിനകത്ത് കുറച്ച് ഓയിൽ കൂടുതലുണ്ട്. നമുക്ക് ഇത്രയ്ക്ക് ഓയിൽ വേണ്ട. ഇതിന് ഞാൻ കുറച്ചെടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ. നമുക്ക് മുട്ട വെച്ചിട്ടുള്ളത് ഫസ്റ്റ് റെഡിയാക്കാം. അപ്പോൾ ഞാനിവിടെ മുട്ട പുഴുങ്ങിയിട്ട് ഒരു മുട്ടയുടെ പകുതി എടുത്തിട്ടുണ്ട്. മുട്ടയുടെ ഉള്ളിൽ കുറച്ച് ഉപ്പൊന്ന് ഇട്ട് കൊടുക്കുക. അതിന് ടേസ്റ്റിനനുസരിച്ചിട്ട് ഇട്ടോ. ജസ്റ്റ് ഇതേപോലെ ഒന്ന് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ മുട്ട ഇവിടെ ഇരിക്കട്ടെ. ഇതേപോലെ നിങ്ങൾ നേരത്തെ കൂട്ടിയിട്ട് റെഡിയാക്കിയിട്ട് വെച്ചോ. ഉപ്പും കൂടി ചേർക്കാം, അല്ലെങ്കിൽ നമ്മൾ കഴിക്കുമ്പോൾ ഒരു പ്ലെയിൻ ടേസ്റ്റ് വരുമല്ലോ മുട്ടയുടെ. ഈ പാനിലേക്ക് കുറച്ച് ക്രഷ് ചെയ്തേക്കണം ഉണക്കമുളക് ചേർക്കണുണ്ട്. ഓയിൽ കുറവുണ്ട്, തീരെ ഓയിലില്ല. ഓക്കെ, ഇനി നമ്മുടെ മുട്ടയുണ്ടല്ലോ ഈ മുട്ട ഇങ്ങനെ കമത്തി വയ്ക്കാം. അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞോട്ടെ. അപ്പോൾ തീ അങ്ങനെ കൂട്ടി വെച്ചിട്ട് ഉണക്കമുളക് കരിഞ്ഞു പോട്ടോ. ഞാനിവിടെ ലോ ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഈ മിക്സിങ് ഉണ്ടല്ലോ മിക്സിങ് ഇടാം. മുട്ട വെച്ച് കഴിഞ്ഞിട്ട് ഒരു സെക്കൻഡ് കഴിയുമ്പോൾ തന്നെ ഈ മിക്സിങ് ഒഴിച്ചോട്ടോ.
അപ്പോൾ മുട്ട വേണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ ഇതേപോലെ കുഞ്ഞു കുഞ്ഞു ദോശ പോലെ റെഡിയാക്കിയിട്ട് എടുക്കുക, അല്ലെങ്കിൽ അതേപോലെ ഇങ്ങനെ സെൻറ്ററിൽ ഒരു മുട്ട വയ്ക്കുക. അപ്പോൾ നമുക്ക് അങ്ങനെ കഴിക്കുമ്പോൾ മുട്ടയും കൂടിയിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിക്കാമല്ലോ. അപ്പോൾ മുട്ട ഇഷ്ടമുള്ളവർക്ക് അത് ഇഷ്ടമായിരിക്കും. അപ്പോൾ ഇതിന് അത്യാവശ്യം നല്ല വേവുണ്ട് കേട്ടോ, നുറുക്ക് ഗോതമ്പല്ലേ. അപ്പോൾ ഇത് മൂടി വയ്ക്കാൻ വേണ്ടിയിട്ട് പോണ്. ഈ അത്യാവശ്യം നന്നായിട്ട് കുറച്ചിട്ട് വേണം മൂടി വയ്ക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഉൾഭാഗമൊന്നും ശരിക്കും വെന്ത് കിട്ടില്ല കേട്ടോ. അത് അത്യാവശ്യം ചെറുതായിട്ടൊരു തിക്കുണ്ട്. അപ്പോൾ ഇതിൻ്റെ മോൾ ഭാഗമൊക്കെ അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ചിടാം. തിരിച്ചിടാം. മുട്ടയുടെ ഉണ്ണി പുറത്തേക്ക് ചാടി. എപ്പോഴും മൂടി വെച്ചിട്ട് വേണം കേട്ടോ റെഡിയാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ ഉൾഭാഗം നമുക്ക് വെന്ത് കിട്ടില്ല. കാരണം ഇത് അത്യാവശ്യം നല്ല കനമുണ്ടല്ലോ, പിന്നെ നുറുക്ക് ഗോതമ്പ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വേവുമുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് സാധാരണ ഫ്രൈയിങ് പാനിലും ഇത് റെഡിയാക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കുക. പിന്നെ ഓരോ പ്രാവശ്യം എടുക്കുമ്പോഴും ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണം കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ വെള്ളം മുകളിൽ തെളിഞ്ഞ് നിൽക്കും. പിന്നെ സാധാരണ ദോശ ഉണ്ടാക്കണ പോലെ ഭയങ്കര കനം കുറച്ചിട്ട് ഉണ്ടാക്കരുത്. ഇത് കുറച്ച് കനത്തിലാണ് നമുക്ക് ഉണ്ടാക്കിയാൽ മാത്രമേ ഇത് നമുക്ക് നല്ല ഈസി ആയിട്ട് തിരിച്ചിടാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ അപ്പം വെന്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളൊക്കെ ആയിരുന്നാലും നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കാം. അപ്പോൾ ഈ ബാക്കിയുള്ളതെല്ലാനും ഇതേപോലെ തന്നെ റെഡിയാക്കിയിട്ട് എടുക്കുക. ഇനി നമുക്ക് സൈഡിൽ കൂടെ കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അടിഭാഗമായിരുന്നാലും നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരും. അപ്പോൾ നമ്മുടെ നുറുക്ക് ഗോതമ്പ് കൊണ്ടുള്ള അപ്പം റെഡിയാക്കി. അപ്പോൾ നമ്മുടെ നുറുക്ക് ഗോതമ്പ് കൊണ്ടുള്ള അപ്പം റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ പറഞ്ഞ പോലെയൊക്കെ ചെയ്യണം കേട്ടോ. ബാറ്റർ ഭയങ്കര ലൂസാക്കിയിട്ട് എടുക്കരുത്, കുറച്ച് തിക്കായിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ മൂടി വെച്ചിട്ട് വേവിക്കണം. മോൾ ഭാഗം ശരിക്കും നന്നായിട്ട് വെന്ത് സൈഡൊക്കെ ഒന്ന് മുരിഞ്ഞ് കഴിഞ്ഞിട്ട് മാത്രം തിരിച്ചിട്ടാൽ മതി. എന്നാൽ മാത്രമേ ഇത് നമുക്ക് ശരിക്കും തിരിച്ചിടാനും പറ്റുള്ളൂ. അല്ലെങ്കിൽ നുറുക്ക് ഗോതമ്പ് ആയതുകൊണ്ട് തന്നെ കുറച്ച് സ്റ്റാർച്ച് കൂടുതലായിരിക്കും. അപ്പോൾ അത് ശരിക്കാണ്ട് തിരിച്ചിടാൻ വേണ്ടിയിട്ട് പറ്റില്ല. ശരിക്കും അങ്ങോട്ട് വെന്തിട്ടില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വേവാണ്ട് നമ്മൾ തിരിച്ചിടാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് പൊട്ടിപ്പോവും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നന്നായിട്ട് മൊരിച്ചിട്ട് എടുക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതനുസരിച്ചിട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ വളരെ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് ഇതേപോലെ മൊരിച്ചിട്ട് എടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ അപ്പം. അപ്പോൾ മുട്ട വേണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുട്ട ചേർക്കാണ്ട് ഇതാ നമ്മൾ സാധാരണ ഒരു ദോശ പോലെ ഉണ്ടാക്കില്ലേ, ഇതേപോലെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെയും റെഡിയാക്കിയിട്ട് എടുക്കുക. പിന്നെ നന്നായിട്ട് മൊരിച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓട്ടടയ്ക്ക് കഴിക്കില്ലേ, അതേപോലെ കഴിക്കുക. പക്ഷേ ഇത് നുറുക്ക് പോകുമ്പോൾ ആയതുകൊണ്ട് തന്നെ ഇതിനൊരു പ്രത്യേക ഒരു സ്മെല്ലും പ്രത്യേക ഒരു ടേസ്റ്റും ഉണ്ട് കേട്ടോ. പക്ഷേ വേവ് അത്യാവശ്യം നന്നായിട്ടുണ്ട്. സാധാരണ നമ്മൾ ദോശ ഉണ്ടാക്കണ പോലെ പെട്ടെന്ന് തിരിച്ച് മറിച്ചിട്ടിട്ട് നമുക്കിത് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അത്യാവശ്യം നല്ല സമയം എടുക്കും വേവിച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഇതാ അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് ഇപ്പോൾ വെജിറ്റബിൾസ് ഒന്നും ചേർക്കാണ്ട് സാധാരണ പ്ലെയിനായിട്ട് ഉള്ള ദോശയായിട്ട് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. എന്നിട്ട് ചട്നിയൊക്കെ കൂട്ടിയിട്ട് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ കഴിക്കാം. അല്ലെങ്കിൽ ഇതേപോലെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പ്രത്യേകിച്ച് ചട്നിയൊന്നും ആവശ്യമില്ല. ഇത് ഇളം ചെറിയ ചൂടോട് കൂടിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് വെറുതെ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ്. അല്ലെങ്കിൽ മുട്ട ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും ആവശ്യമൊന്നുമില്ല. ഈ മുട്ടയും ഇതും അങ്ങോട്ട് മിക്സ് ചെയ്തിട്ടാണ് കഴിക്കുക. അപ്പോൾ നമുക്കൊന്ന് കഴിച്ച് നോക്കാം. നമ്മൾ സാധാരണ നുറുക്ക് ഗോതമ്പ് വെച്ചിട്ട് ഉപ്മാവൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു സ്മെല്ലുണ്ടാവില്ലേ, നമ്മൾ സ്കൂളിൽ നിന്നൊക്കെ കഴിച്ചതൊക്കെ നിങ്ങൾക്ക് പലർക്കും ഓർമ്മയുണ്ടാവും. അതിന് പ്രത്യേക ഒരു സ്മെല്ലാണ് ശരിക്കും നുറുക്ക് ഗോതമ്പിന്. ആ സ്മെല്ല് ഈ ദോശയ്ക്കുണ്ട്. ഇതങ്ങോട്ട് റെഡിയാക്കിയിട്ടാണ് എടുക്കുമ്പോൾ നല്ല മണ്ണാണ്. അപ്പോൾ നമുക്ക് ദോശ ഒന്ന് കഴിച്ച് നോക്കാം. എങ്ങാനും നിങ്ങൾക്ക് തീരെ തിരിച്ചിടാൻ വേണ്ടി പറ്റില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒരു ഗ്ലാസ് എടുക്കുമ്പോൾ 1 ഗ്ലാസ് ഗോതമ്പ് പൊടി ചേർത്തിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് വരും. അപ്പോൾ മുട്ട കൂട്ടിയിട്ട് കഴിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുട്ട കൂട്ടിയിട്ട് കഴിക്കുക, വെറുതേനെ കഴിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറുതേനെ കഴിക്കുക. കഴിച്ചോട്ടെ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നാളെ വേറൊരു പുതിയ റെസിപ്പി ആയിട്ട് വരാം.